സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈയൊരു പുണ്യസങ്കേതത്തിലേക്ക് ഈ പരിപാടി സംഘടിപ്പിക്കുവാനും അതിലേക്ക് എന്നെ ക്ഷണിക്കുവാനും കാരണക്കാരായ ഗുരുഗ്രാമത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു തവണ അവതരിപ്പിച്ചതാണെങ്കിൽ കൂടിയും എത്ര പറഞ്ഞാലും പ്രസക്തി നഷ്ടപ്പെടാത്തതാണ്. ഗുരുവിൻ്റെ മതദർശനവും മതാധിഷ്ഠിത രാഷ്ട്രവും എന്നതാണ്. ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് നോക്കി നിൽക്കുന്ന ഒരു സമയത്താണ് അവതരിപ്പിച്ചത്. എന്തായാലും മതരാഷ്ട്രം ആയില്ല, റിസൾട്ടൊക്കെ വന്നു. എങ്കിലും ഈ വിഷയത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്നും പറഞ്ഞുകൂടാ. ഇപ്പം അതിൽ പങ്കെടുക്കാത്ത ഒരുപാട് പേരും, എത്ര പേരുണ്ട് അതിൽ പങ്കെടുത്ത എത്ര പേരുണ്ടായിരുന്നു കഴിഞ്ഞ പരിപാടിക്ക്? അപ്പോൾ ഒരുപാട് പേര് പങ്കെടുക്കാത്തവർ കൂടി ഉണ്ട്. അപ്പോൾ രണ്ട് വാക്കുകളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്: ഗുരുവിൻ്റെ മതദർശനവും മത അധിഷ്ഠിത രാഷ്ട്രവും. അതിന് നമുക്ക് ഗുരുവിൻ്റെ മതം എന്നും തിരിക്കാം, മത അധിഷ്ഠിത രാഷ്ട്രം എന്നും തിരിക്കാം. ഇനി കുറച്ചും കൂടി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുരു, മതം, മത അധിഷ്ഠിത, പിന്നെയും ഒരു മതം വരുന്നുണ്ട്, മതാധിഷ്ഠിത രാഷ്ട്രം വരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രം എന്താണ്, ഇതൊക്കെ പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം. പക്ഷേ ഇതൊരു പ്രസൻറ്റേഷൻ ആയതുകൊണ്ട് ഓരോ കാര്യങ്ങളെപ്പറ്റിയും ചെറിയ ചെറിയ സൂചനകൾ തന്നുകൊണ്ട് ബാക്കി ചർച്ചാവേളയിൽ കൂടുതൽ സംസാരിക്കാമെന്നാണ് കരുതുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ മതങ്ങളെപ്പോലെ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊന്നുമില്ല. അത് സ്വാധീനം എന്ന് പറയുന്നത് പോസിറ്റീവ് അർത്ഥത്തിൽ മാത്രമല്ല, നെഗറ്റീവ് അർത്ഥത്തിൽ തന്നെ. എങ്കിലും മതം എന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ പറ്റാത്ത, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ലോക ജനസംഖ്യയിൽ ഭൂരിഭാഗം ആളുകളും മതവിശ്വാസികളാണ്. മതങ്ങൾ ഉണ്ടായത് മനുഷ്യനെ ഒരുമിപ്പിക്കുക, മനുഷ്യനിൽ സന്മാർഗത്തെ ഉപദേശിച്ച് അവനെ നല്ല മനുഷ്യരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ്. ആദിമ മനുഷ്യർക്കൊന്നും മതവിശ്വാസമില്ലായിരുന്നു. പിന്നീടാണ് സംഘടിതമായ മതങ്ങൾ ഉണ്ടായി വന്നത്. സെമറ്റിക് മതങ്ങളുടെ ഉത്ഭവത്തോടു കൂടിയിട്ടാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള മതങ്ങൾ വന്നത്. എന്നാൽ ഇന്ത്യയുടെ പശ്ചാത്തലം നോക്കുമ്പോൾ അതിൽ ഭൂരിഭാഗവും ഹിന്ദു മതക്കാരാണ്. എന്നാൽ ഈ ഹിന്ദു മതം എന്നത് ഒരു മതമായിട്ട് നിലനിൽക്കാത്ത ഒന്നാണ്. ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ നിവാസികളെ ഹിന്ദുക്കളെന്ന് വിളിച്ചു പോരുന്നു. ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. സാങ്ക്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ, ശാക്തേയം, പാശുപതം, ശൈവം, അങ്ങനെ ഒരുപാട് മതങ്ങളെ ചേർത്തുകൊണ്ട് വിളിക്കുന്ന ഒരു പൊതുപേര് മാത്രമാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ ദർശനങ്ങൾക്കും ഓരോ ആചാര്യന്മാരുണ്ട്. ഈ ആചാര്യന്മാരാണ് ഓരോ ഗ്രന്ഥങ്ങൾ രചിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ ദർശനത്തിൻ്റെ, യോഗ മതത്തിൻ്റെ ആചാര്യനായിട്ടുള്ളത് പതഞ്ജലിയാണ്. യോഗസൂത്രമാണ് അവരുടെ പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ആ മതഗ്രന്ഥത്തെ വെച്ചുകൊണ്ടാണ് നമ്മൾ യോഗശാസ്ത്രത്തെ തന്നെ വിലയിരുത്തുന്നത്. ഇങ്ങനെ ഒരുപാട് മതങ്ങൾ ചേർത്ത ഒരു പൊതുമതമായിട്ടാണ് ഹിന്ദു മതത്തെ പറയുന്നത്. പക്ഷെ നമ്മൾക്കതിൽ ഒരു തെറ്റും കാണില്ല. ഒരുപാട് മതങ്ങൾ ചേർത്തുകൊണ്ട് ഒറ്റ മതമായിട്ട് ഹിന്ദു മതത്തെ കാണുന്നു. അപ്പോൾ ഗുരു പറയുന്നത് എങ്കിൽ പിന്നെ മറ്റു മതത്തെയും കൂടി ചേർത്തുകൊണ്ട് ഒരു മതം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അവിടെയാണ് ഈ ഗുരു ദർശനത്തിൻ്റെ ഒരു സൗന്ദര്യം വരുന്നത്. ഗുരു ഇതിനെ യുക്തിക്ക് വിരുദ്ധമായിട്ട് കാണുന്നില്ല. മതം എന്നതിന് ഇതിനു മുൻപ് സ്വാമി സംസാരിച്ചപ്പോഴാണെങ്കിലും മതത്തിനെ പറ്റി ഗുരുവിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഗുരു മതത്തിന് അഭിപ്രായം എന്ന അർത്ഥമാണ് പറയുന്നത്. അഭിപ്രായോ മതം നാംന മഹതാം തത്വവേദന, മഹത്തുക്കളുടെ അഭിപ്രായം അത്രേ മതം എന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ ആത്മോപദേശത്തിൽ മതത്തെ ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്നത് മതമീമാംസ എന്ന ഭാഗത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. പല മതസാരവും
ഏകം എന്നു പാരാതെ ഉലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതമർന്നിടയണം. അവിടെ അന്ധനെന്ന പ്രയോഗം അറിവില്ലാത്തവർ എന്നുള്ളൊരു അർത്ഥത്തിലാണ് എടുക്കേണ്ടത്. ഇന്ന് നമുക്കതിന് വേറെ വിധത്തിലൊക്കെ വ്യാഖ്യാനിക്കാൻ പറ്റും. എങ്കിലും അതാണ് സൂചിപ്പിക്കുന്നത്. പല മതസാരവും ഏകം, അതാണ് ഗുരുവിൻ്റെ മതത്തിൻ്റെ അർത്ഥം. നിങ്ങൾ ഏത് മതത്തിലും വിശ്വസിച്ചോളൂ എന്നും പറഞ്ഞോളൂ, പക്ഷേ ഇതിൻ്റെ എല്ലാം സാരമായിരിക്കുന്നത് ഒന്ന് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ പ്രസൻറ്റേഷനിലും പറഞ്ഞതാണ്. കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയണമെങ്കിൽ സാറാമ്മയും കേശവൻ നായരും ബഷീറിൻ്റെ അതിപ്രശസ്തമായ പ്രേമലേഖനത്തിലെ 2 കഥാപാത്രങ്ങളാണ്. രണ്ടുപേരും റിലീജിയൻ എന്ന അർത്ഥത്തിൽ ഒരാൾ ക്രിസ്ത്യാനിയും ഒരാൾ ഹിന്ദുവുമാണ്. സാറാമ്മയും കേശവൻ നായരും അത്രമേൽ ഇഷ്ടമാകയാൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരൊരു യാത്ര പോവുകയാണ്. അങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ബസ് ഒരിടത്ത് ചെന്ന് നിന്നു. അവിടെ നിന്ന് രണ്ടുപേരും ഇറങ്ങി ഒരു ചായപ്പീടികയിൽ പോയി അവരവിടെ ഇരുന്നു. എന്നിട്ട് കേശവൻ നായർ പറഞ്ഞു 2 ചായ. അപ്പുറത്ത് സാറാമ്മ ഇരിക്കുന്നുണ്ട്. സാറാമ്മ അത് കേട്ടോടുകൂടി പറഞ്ഞു 2 കാപ്പി. അപ്പോൾ തന്നെ 2 അഭിപ്രായമായി, 2 മതമായി. അപ്പോൾ തന്നെ പെട്ടെന്ന് കേശവൻ നായരൊന്ന് ഞെട്ടിത്തരിച്ചു. കാരണം ആദ്യമായിട്ടാണ് അദ്ദേഹം 2 ചായക്ക് ഓർഡർ ചെയ്യുന്നത്. പ്രണയത്തിൻ്റെ ഒരു ശക്തിയാണ്. നമ്മൾ അതുവരെയും ഒറ്റയ്ക്ക് ജീവിച്ച ഒരാൾ ജീവിതത്തിലേക്ക് ഒരാൾ കൂടി വരുമ്പോൾ അയാളെ കൂടി ഉൾക്കൊള്ളുക എന്നുള്ളൊരു വിശാല മനസ്സിലേക്ക് ഉയരുമ്പോഴാണ് 2 ചായയൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 2 ചായ ഓർഡർ ചെയ്യണത് നമുക്ക് വേണ്ടി തന്നെയായിരിക്കും. അപ്പോൾ 2 ചായ എന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ അപ്പുറത്തുനിന്ന് 2 കാപ്പിയൊന്ന് ഓർഡർ ചെയ്തു. രണ്ടുപേരും കുറച്ച് നേരം സംസാരിക്കാതിരുന്നു. ആ കുറഞ്ഞ ഇടവേളകളിൽ കേശവൻ നായരും ഒന്ന് ആലോചിച്ചു, സാറാമ്മയും ഒന്ന് ആലോചിച്ചു. എന്നിട്ട് കേശവൻ നായർ പറഞ്ഞു ഇവിടെ ഒരു ചായ. അപ്പുറത്ത് സാറാമ്മ പറഞ്ഞു ഇവിടെ ഒരു കാപ്പി. ബഷീറിൻ്റെ മനോഹരമായ പ്രയോഗം. പിറ്റേന്നും പതിവ് പോലെ സൂര്യൻ ഉദിച്ചു. ലോകം അവസാനിച്ചില്ല. അപ്പോൾ അവിടെ കാണുന്നത് മതം എന്നതിന് ഗുരുവിൻ്റെ അർത്ഥത്തിൽ നോക്കാം അഭിപ്രായം എന്നാണെങ്കിൽ, നാളെ ഏത് സിനിമ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 അഭിപ്രായമായിരിക്കും. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിച്ചാലും 2 അഭിപ്രായമായിരിക്കും. ഇഷ്ട ഗായകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിലും വിരുദ്ധ അഭിപ്രായം. ഇനിയൊക്കെ പോട്ടെ, നമുക്ക് എന്ത് ഭക്ഷണം കഴിക്കണം, ഒരു ഹോട്ടലിൽ നമ്മളെല്ലാവരും കൂടി ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു സാധനമായിരിക്കും അടുത്തിരിക്കുന്ന ഒരാൾ ഓർഡർ ചെയ്യുന്നത് എന്ന് കരുതി നമുക്കിഷ്ടപ്പെട്ടതേ അയാൾ ഓർഡർ ചെയ്യാൻ പാടുള്ളൂ പറയാൻ പാടുണ്ടോ? ഇല്ല. അയാളെ കൂടി ഉൾക്കൊള്ളുക, അയാളുടെ അഭിപ്രായത്തെ കൂടി മാനിക്കുക എന്നുള്ളതാണ് ഗുരുദർശനത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. നമ്മളല്ലാത്ത മതങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു? നമുക്കിപ്പോൾ ഒരു കാഴ്ചപ്പാട് കാണും, നമ്മുടെ വിരുദ്ധ അഭിപ്രായത്തിലുള്ള ഒരാളെ നമ്മൾ എങ്ങനെ കാണുന്നു? അവിടെയാണ് ഗുരുദർശനത്തിൽ മതത്തിൻ്റെ പ്രാധാന്യം വരുന്നത്. ഗുരു പറയുന്നത് മതം ഉണ്ടെന്നും ഇല്ലെന്നും പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇഷ്ടം പോലെ, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും മതമില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇത് ഗുരു മതത്തെപ്പറ്റി പറഞ്ഞ ഏറ്റവും പ്രധാന കാര്യമാണ്. ഇനി ബഷീറിൻ്റെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ മതം എന്നതാണ് അഭിപ്രായം എന്നതോടൊപ്പം തന്നെ വ്യക്തി സ്വാതന്ത്ര്യം എന്നതുകൂടിയുണ്ട്. അപ്പോൾ വ്യക്തി സ്വാതന്ത്ര്യം എന്നത് കേവലം റിലീജിയൻ എന്നുള്ള അർത്ഥത്തിലല്ല. ഏത് വസ്ത്രം ധരിക്കണം അത് നമ്മുടെ അഭിപ്രായമാണ്. വേറൊരാൾക്കും അതിൽ കൂടുതൽ അഭിപ്രായം പറയാനുള്ള അവകാശമില്ല. നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. നമ്മൾ എന്ത് കഴിക്കണം, എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് ചിന്തിക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു വ്യക്തിക്ക് നൽകുന്നത് ഒരു വല്ലാത്ത സ്വാതന്ത്ര്യമാണ്. പക്ഷേ യശോദൻ സാറ് മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏത് മതത്തിലാണ് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം കണ്ടുവരുന്നതെന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇന്നത്തെ മതങ്ങൾ പലതും പഠിപ്പിക്കുന്ന മനുഷ്യരെല്ലാം പാപികളാണ്. അപ്പോൾ ഈ പാപികളായ മനുഷ്യരെ നന്നാക്കുക എന്നുള്ളതാണ് മതത്തിൻ്റെ ലക്ഷ്യമായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മതത്തിന് കീഴ്പ്പെട്ട് മനുഷ്യരെ പേടിപ്പിച്ച് സ്വർഗത്തിൽ പോകാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ച് നിങ്ങൾ തെറ്റ് ചെയ്താൽ നരകത്തിലിട്ട് പൊരിക്കുമെന്നൊക്കെ പറഞ്ഞ് ധാർമ്മികത നമ്മളെ കൊണ്ട് പാലിപ്പിക്കുന്ന ഒരുപാട് മതങ്ങളുണ്ട്. എന്നാൽ ഈ ഒരു അർത്ഥത്തിലൊന്നുമല്ല ഗുരു മതത്തെ കണ്ടിട്ടുള്ളത്. മതത്തെ ഗുരു നിഷേധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മതത്തിൽ നന്മകളുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുക, എന്നാൽ ഒരിക്കലും മതത്തിന് കീഴ്പ്പെട്ടവരായി ജീവിക്കാതിരിക്കുക. അപ്പോൾ മതത്തിന് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. മതത്തെ നമുക്ക് ആചാരമായിട്ടും കാണാം, മതത്തെ ഒരു അനുഭൂതിയായിട്ടും ഒരു ദർശനമായിട്ടും കാണാം. ഗുരു ഈ അനുഭൂതി പ്രധാനമായ ദാർശനിക പ്രധാനമായ ഒന്നായിട്ടാണ് മതങ്ങളെ കണ്ടത്. അതുകൊണ്ട് നമുക്ക് എല്ലാ മതത്തിൻ്റെ ആചാരത്തെ ഗുരു പിന്തുടർന്നു എന്ന് പറയാൻ
സാധിക്കില്ല. മതം എല്ലാം ഒന്നാണെന്നും ഗുരു പറഞ്ഞില്ല. പക്ഷെ മതങ്ങൾ സാരത്തിൽ ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു. കുറച്ചും കൂടി വ്യക്തമായി പറഞ്ഞാൽ ക്രിസ്തു മതം സ്നേഹമാണെന്ന് ഗുരു പറയുന്നു. ഇസ്ലാം സാഹോദര്യമാണെന്ന് പറയുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ നിലനിൽക്കില്ല എന്നിരിക്കെ മതഭേദങ്ങൾക്ക് എന്താണ് അർത്ഥം? എനിക്ക് സ്നേഹം മാത്രം മതിയെന്ന് ഒരാൾക്ക് പറയാൻ പറ്റുമോ? സ്നേഹത്തോടൊപ്പം സാഹോദര്യം വേണം. ഇനി സ്നേഹവും സാഹോദര്യം മാത്രം മതിയെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അതിൻ്റെ കൂടെ അറിവ് വേണം, അതിൻ്റെ കൂടെ മറ്റ് പല പല കാര്യങ്ങൾ വേണം. അപ്പോൾ ഇതെല്ലാം ലഭിക്കണമെങ്കിൽ ഒരു മതത്തെ മാത്രം പഠിക്കുന്ന ഒരാൾക്ക് അത് ചിലപ്പോൾ ലഭിച്ചു എന്ന് വരില്ല. കണ്ണ് കാണാത്ത ഒരാൾ ആനയെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഏത് അവയവത്തിലാണോ പിടിക്കുന്നത് അതാണ് ആന എന്ന ഒരു നിഗമനത്തിൽ എത്താൻ സാധ്യതയുണ്ട്. വാലിൽ പിടിച്ചാൽ ചൂല് പോലെയാണെന്നും കാലിൽ പിടിച്ചാൽ തൂണ് പോലെയാണെന്നും പറയുന്നു. പക്ഷേ പാർഷ്യലി ആ പറഞ്ഞത് ശരിയാണ്. എന്നാൽ അത് മാത്രമല്ല ആന. ആനയുടെ കാലാണ് തൂണ് പോലെ, ആനയല്ല തൂണ് പോലെ. അപ്പോൾ ആന എന്ന പൂർണ്ണ ചിത്രത്തെ അറിയണമെങ്കിൽ എല്ലാ അവയവത്തെയും ചെന്ന് പിടിക്കണം. ഇനി നമുക്ക് ചെന്ന് പിടിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് പിടിച്ച വേറൊരാളുണ്ട്. മുറം പോലെയാണെന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആൾ ചെവിയിലായിരിക്കും പിടിച്ചത്. അപ്പോഴാണ് കാലിൽ പിടിച്ച ആൾ പറയുന്നത് അല്ല തൂണ് പോലെയാണെന്ന്. പക്ഷേ ചെവിയിൽ പിടിച്ച് മുറം പോലെയാണെന്ന് പറഞ്ഞ് അയാളെ കൂടി കേൾക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക എന്നുള്ള, അങ്ങനെ ഈ എല്ലാവരുടെ അഭിപ്രായത്തെ കൂടി കേൾക്കുമ്പോഴാണ് ആന എന്ന ചിത്രത്തെ നമുക്ക് കിട്ടുന്നത്, ഒരു പൂർണ്ണ ചിത്രത്തെ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മതത്തിൻ്റെ അവസ്ഥ അത് തന്നെയാണ്. നമ്മുടെ അച്ഛനും അമ്മയും ഒരു മതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ആ മതത്തിൽ പെട്ടുപോയവരാണ് ഭൂരിഭാഗവും. അപ്പോൾ ഈ മതമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠ മതം, മറ്റ് മതവിശ്വാസികളെല്ലാം മോശക്കാരാണെന്ന് ധരിക്കുന്നത് ഒരു തരം മൂഢത്വമാണ്. പക്ഷേ ഈ മതത്തിൻ്റെ സാരം, പല മത സാരവും ഏകം എന്ന തത്വത്തെ അറിയണമെങ്കിൽ ഗുരു കൃത്യമായിട്ട് ഒരു ഫോർമുല പറയുന്നുണ്ട്. എല്ലാവരും എല്ലാ മതത്തെയും സമബുദ്ധിയോടെ സമഭക്തിയോടെ പഠിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ശിവഗിരിയിൽ സർവമത പാഠശാല ഗുരു സ്ഥാപിക്കുന്നത്. എല്ലാ മതത്തെയും ഒരുപോലെ കാണണമെങ്കിൽ ഗുരുവിന് അങ്ങനെ പറയാൻ പറ്റിയത് ശാശ്വതാനന്ദ സ്വാമിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രെയിനിനകത്ത് നിന്ന് ട്രെയിനിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുക അസാധ്യമാണ്. അങ്ങനെ സഞ്ചരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ട്രെയിനിന് പുറത്ത് വന്നിട്ട് ട്രെയിനിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുക എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ട്രെയിനിൽ നിന്നും പുറത്തു വരുന്നത് പോലെ മതങ്ങളിൽ നിന്നും പുറത്തു വരികയാണ് ഗുരു ചെയ്തത്. അതുകൊണ്ടാണ് 1916 നാം ജാതി മതഭേദങ്ങൾ വിട്ടിട്ടിപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് പലരും പറഞ്ഞു ഗുരു മതം ഉപേക്ഷിച്ചത് 16 പക്ഷെ അതിൽ തന്നെ പറഞ്ഞിരിക്കുന്നു നാം ജാതി മതഭേദങ്ങൾ വെടിഞ്ഞിട്ടിപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതിന് എത്രയോ മുൻപ് മതം ഉപേക്ഷിച്ചാണെന്ന് ഗുരു കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മതത്തെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് ഗുരുവിന് ഇങ്ങനെ പറയാൻ സാധിച്ചത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. അവിടെ മനുഷ്യനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുവരെ നമ്മൾ ഹ്യൂമനിസം എന്നൊക്കെ പറയുന്നതിന് മനുഷ്യനാണ്, മാൻ ഈസ് ദ മെഷർ, മനുഷ്യനാണ് പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഈ പ്രകൃതി മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യന് ചൂഷണം ചെയ്യാനാണ് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുന്ന ആളുകൾ വരെയുണ്ട്. പക്ഷേ ആ ഒരു അർത്ഥത്തിലല്ല ഗുരു മനുഷ്യത്വം എന്ന ദർശനത്തെ അവതരിപ്പിക്കുന്നത്. സ്വാമി മുൻപ് പറഞ്ഞതുപോലെ മനുഷ്യത്വത്തെ നമുക്ക് കാരുണ്യമെന്നും അനുകമ്പയെന്നൊക്കെ പരിഭാഷപ്പെടുത്താൻ സാധിക്കുന്നതാണ്. എന്തായാലും മതം ഏതായാലും മനുഷ്യൻ നന്നാവുക. നിങ്ങൾക്ക് ഏത് അഭിപ്രായവും ആയിക്കോട്ടെ, റിലീജിയൻ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഓരോരോ അഭിപ്രായം കാണും. അതിന് കാരണം സ്വാമി അവതരണത്തിൽ സൂചിപ്പിച്ച പോലെ ദർശനം എന്ന പദത്തിന് നൈയായികർ പറയുന്നത് ദൃശ്യതേ പ്രപഞ്ചതത്വം സാക്ഷാത്ക്രിയതേ അനേന ഇത് ദർശനം എന്നാണ്. പ്രപഞ്ചതത്വത്തെ സാക്ഷാത്കരിക്കാനായി ഉള്ള ഓരോരോ ദർശനങ്ങളുണ്ട്, ഓരോരോ കാഴ്ചപ്പാടുകൾ. അപ്പോൾ ഞാൻ കാണുന്നത് പോലെയല്ല നിങ്ങളൊരു വസ്തുവിനെ കാണുന്നത്. ഞാൻ എവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും ഉയരത്തിൽ നിന്നിട്ടാണ് നിങ്ങളെ നോക്കുന്നത്. അതേസമയം തൊട്ടുപുറയിലിരിക്കുന്ന ആളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ വേറൊരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും കാണുന്നത്. ശിവഗിരിയിൽ മഹാസമാധിയുണ്ട്. നമ്മൾ നേരിട്ട് കാണുന്നൊരു കാഴ്ചയല്ല, ഒരു ഹെലിക്യാം വെച്ചെടുക്കുന്നൊരു ഫോട്ടോ. അതൊരു പൂക്കളം ഇട്ട പോലെ ഇരിക്കും. ചിലരെങ്കിലും അത് കണ്ടിട്ടുണ്ടായിരിക്കും. അത് വേറൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ ആ ഒരു കാഴ്ച കാണണമെങ്കിൽ നമ്മൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് നോക്കി കണ്ടാലേ അത് മനസ്സിലാവുകയുള്ളൂ. പറയാൻ കാരണം മതങ്ങളുടെ കാര്യവും ഇതുപോലെയാണ്.
മതങ്ങളെല്ലാം സാരത്തിൽ ഏകമായിരിക്കുന്നുവെങ്കിലും അതിലെ ആചാരത്തിൽ വ്യത്യസ്തതകൾ പുലർത്തുന്നതാണ്, ഭിന്നതകളുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതം ഒന്നാണെന്ന് പറയുമ്പോൾ, മതങ്ങളുടെ സാരം ഒന്നാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ കടുത്ത മതവിശ്വാസികൾക്ക് അത് അംഗീകരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഒരു ക്ഷേത്രത്തിലെ ആചാരമല്ല ഒരു ക്രിസ്ത്യൻ പള്ളിയിലുള്ളത്, അതുപോലെയല്ല ഒരു ജുമാ മസ്ജിദിലുള്ളത്. അപ്പോൾ ആചാരത്തിലേക്കല്ല ഗുരു പോകുന്നത്, മതത്തിൻ്റെ സാരമായിരിക്കുന്ന ആത്മീയതയിലേക്കും അതിൻ്റെ ദർശനത്തിലേക്കുമാണ്. മതത്തിന് ഒരുപാട് വശങ്ങളുണ്ട്. മതം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പോലെ മതം ഉപേക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, മതം മാറാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഗുരുവിനെ തന്നെ ഗുരു മതം മാറ്റത്തിന് എതിരായിരുന്നു എന്നൊക്കെ പലരും സംസാരിക്കാറുണ്ട്. പക്ഷേ ഗുരുവിൻ്റെ ദർശനത്തെ നോക്കിക്കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ശിഷ്യനാകാൻ വേണ്ടി ചാക്കോ, ക്രിസ്തു മതവിശ്വാസിയായ ചാക്കോ ഹിന്ദുമതം സ്വീകരിച്ച് ഗുരുവിൻ്റെ ശിഷ്യനാകാൻ വേണ്ടി വന്നു. ഗുരു പറഞ്ഞത് നമ്മുടെ ശിഷ്യനാകാൻ മതം മാറേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ക്രിസ്ത്യാനി ആക്കി തന്നെ ശിഷ്യനാക്കുകയാണ് ചെയ്തത്. ഇതുപോലെ സിലോണിൽ വെച്ച്, ഇന്നത്തെ ശ്രീലങ്കയിൽ വെച്ച് ഗുരുവിൻ്റെ ശിഷ്യനാകാൻ വന്നത് ഖാദറാണ്. ഖാദർ കന്ദസ്വാമി എന്ന പേര് സ്വീകരിച്ച് ഹിന്ദുവായിട്ട് വന്നു. പക്ഷെ ഗുരു പറഞ്ഞത് നമ്മുടെ ശിഷ്യനാകാൻ മതം മാറേണ്ടതില്ല. തിരിച്ച് അദ്ദേഹത്തെ ഖാദറാക്കി മുസ്ലിം ആക്കിയിട്ട് തൻ്റെ ശിഷ്യനാക്കുകയാണ് ചെയ്തത്. ഗുരു ഒരു ഹിന്ദു ആയിരുന്നുവെങ്കിൽ, ഒരു ഹിന്ദു സന്യാസി ആയിരുന്നെങ്കിൽ ആദ്യം തന്നെ ചെയ്യുന്നത് മതം മാറ്റിയ ശേഷമായിരിക്കും ശിഷ്യനാക്കുന്നത്. അതുപോലെ വിദേശ ശിഷ്യനായിട്ടുള്ള സ്വാമി എണസ്റ്റ് കെർക്ക്, അദ്ദേഹത്തിൻ്റെ പേര് എണസ്റ്റ് കെർക്ക് എന്നായിരുന്നു, ശിഷ്യനാകാൻ വേണ്ടി കാവ്യ വസ്ത്രത്തിന് പകരം കോട്ടും സ്യൂട്ടും ടൈയും കൊടുത്ത് അദ്ദേഹത്തെ മതം മാറ്റാതെ, തലമുണ്ടനം ചെയ്യാതെ, പേര് പോലും മാറ്റാതെ ശിഷ്യനാക്കുകയാണ്. കൂടെ സ്വാമി എന്ന് മാത്രം ചേർന്നു, സ്വാമി എണസ്റ്റ് കെർക്ക്. ഗുരുവിൻ്റെ മഹാനായ ശിഷ്യൻ കൃതികളെല്ലാം സമാഹരിച്ച് ഇന്ന് കാണുന്ന ചെമ്പഴന്തിയിലെ ജന്മഗ്രഹം 100 അവകാശികളുണ്ടായിരുന്നു. അവരെല്ലാം സെറ്റിൽ ചെയ്ത് ശിവരി മഠത്തിലേക്ക് ആ ജന്മഗ്രഹത്തെ ചേർത്ത ധർമ്മസംഘത്തിൻ്റെ സ്ഥാപനത്തിന് ചുക്കാൻ പിടിച്ച ഗുരുവിൻ്റെ മഹാനായ ശിഷ്യൻ സ്വാമി ധർമ്മതീർത്ഥർ ജോൺ ധർമ്മതീർത്ഥരായി. പിന്നീട് സ്വാമി ജോൺ ധർമ്മതീർത്ഥർ അദ്ദേഹം ഹിന്ദുമതം ഉപേക്ഷിച്ചു, പിന്നീട് ക്രിസ്തുമതമാണ് സ്വീകരിച്ചത്. ക്രിസ്തുമതം സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തിന് മുറിയിൽ വന്നവർ കണ്ടത് അവിടെ ക്രിസ്തുവിൻ്റെ ചിത്രം മാറ്റി അവിടെ ഗുരുവിൻ്റെ ചിത്രം വെച്ചിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെങ്ങനെ ശരിയാവും? ക്രിസ്തുമതം സ്വീകരിച്ചു, അപ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ ചിത്രം വയ്ക്കുന്നതിന് പകരം ഗുരുവിൻ്റെ ചിത്രം വയ്ക്കുന്നത് എന്തിനാണ്? അപ്പോൾ പറഞ്ഞു, ഞാൻ മതം മാത്രമേ മാറിയിട്ടുള്ളൂ, എൻ്റെ ഗുരുവിനെ മാറ്റിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ട് ഗുരുദർശനം പ്രചരിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ക്രിസ്തുമതം സ്വീകരിക്കുന്നു. അപ്പോൾ അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഹിന്ദുമതത്തിൽ നിന്നുകൊണ്ട് ഗുരുദർശനം പ്രചരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്നും, ഇനി അതല്ല, അതിൽ നിന്ന് പ്രചരിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് മറ്റു മതത്തിൽ നിന്ന്, ക്രിസ്തു മതത്തിൽ നിന്ന് പ്രചരിപ്പിക്കുന്നതെന്ന്. ഇദ്ദേഹത്തിൻ്റെ സമാധി, ഇപ്പം മറ്റ് പല സ്വാമിമാരുടെയൊക്കെ സമാധി എന്ന് പറയുന്നത് ആശ്രമങ്ങളിലോ മറ്റ് സങ്കേതങ്ങളിലുമാണ്. സ്വാമി ജോൺ ധർമ്മതീർത്ഥരുടെ സമാധി നമ്മളിത് തിരുവനന്തപുരത്താണ് നിൽക്കുന്നത്. പാളയത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഗ്രൗണ്ടുണ്ട്, അതിന് തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. അപ്പോൾ ആ സിഗ്നലിൻ്റെ അടുത്ത് തന്നെയാണ്. ആ പള്ളിയിൽ കയറിയ CSI പള്ളിയിലെ സെമിത്തേരിയിലെ ഒരു കല്ലറയിലാണ് സ്വാമി ജോൺ ധർമ്മതീർത്ഥർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിപ്പോൾ ജൂലൈ ആണ്, അടുത്ത 17 മറ്റുമാണ് സ്വാമിയുടെ സമാധി വാർഷികം വരുന്നത്. പറ്റാവുന്നവരൊക്കെ അവിടെ ചെന്ന് കാണേണ്ട ഒരു കാഴ്ചയാണ്. ഗുരുവിൻ്റെ മഹാനായ ശിഷ്യൻ സമാധി ആയിരിക്കുന്നത്, സമാധിസ്ഥനായിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ സെമിത്തേരിയിലാണ്. അതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല, അതായിരുന്നു ഗുരു, അതായിരുന്നു ഗുരുവിൻ്റെ മതദർശനവും. അപ്പോൾ അങ്ങനെ ഒരു മതം മാറിയെന്ന് കരുതി അയാൾക്ക് വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. കാരണം ഗുരു പറയുന്നത്, ഇന്നലെ വരെ കള്ളു കുടിച്ച ഒരാൾ നാളെ മുതൽ കള്ളുകൂടി നിർത്തിക്കഴിഞ്ഞാൽ അതാണ് ശരിയായ മതം മാറ്റം എന്ന് പറയുന്നത്. അതല്ലാതെ ഇന്ന് വരെ ക്രിസ്ത്യാനിയായിരുന്ന ഒരാൾ നാളെ മുസ്ലിമായെന്ന് പറഞ്ഞാലും വലിയ മാറ്റം സംഭവിക്കുന്നില്ല. അപ്പോൾ ആന്തരികമായ മാറ്റത്തെയാണ് യഥാർത്ഥ മതം മാറ്റം എന്ന് പറയുന്നത്. അതിന് ഗുരു എതിരായിരുന്നില്ല. എന്നാൽ ബാഹ്യമായ മതം മാറ്റത്തെ ഗുരു കണ്ടതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള മതം മാറ്റമാണെങ്കിൽ അത് അനാവശ്യമാണ്. ഇപ്പോൾ ഹിന്ദു മതത്തിൽ നിന്ന് ഒരാൾ മറ്റു മതത്തിലേക്ക് മാറിപ്പോകുന്നു,
കാരണം ഇതിൽ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഇതിൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കൂടി ഗുരു ഈ വിഷയത്തെ നോക്കി കാണുന്നുണ്ട്. മതത്തിനെ പറ്റിയിട്ട് ഗുരു മറ്റൊരവസരത്തിൽ പറഞ്ഞത് മതവും ജാതിയും രണ്ട് കാര്യമാണ്. ഇതെല്ലാം മനുഷ്യന് നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇപ്പോൾ ഗുരു പറയുന്നത് മതങ്ങൾ ഉണ്ട്, മനുഷ്യരുണ്ട്, ദൈവങ്ങളുണ്ട്. പക്ഷേ മനുഷ്യൻ കെട്ടുപോയിട്ട് പിന്നെ മതങ്ങൾ കൊണ്ടും ദൈവങ്ങൾ കൊണ്ടും എന്ത് നേട്ടം? അപ്പോൾ ഇതെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ആയിരിക്കണം. ഗുരുവിൻ്റെ മതദർശനത്തിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു മതത്തെയും പ്രതിസ്ഥാനത്ത് കാണുകയല്ല. അതാണ് പൊരുതു ജയിപ്പത് അസാധ്യം ഒന്നിനോടൊന്നും ഒരു മതവും പൊരുതാലൊടുങ്ങുകയില്ല പരമതവാദി ഇതോർത്തിടാതെ പാഴേ പൊരുതു പൊലിഞ്ഞിടുമെന്ന ബുദ്ധി വേണമെന്ന് പറഞ്ഞു വലിയൊരു താക്കീതാണ് നൽകുന്നത്. രണ്ട് മതങ്ങൾ തമ്മിൽ പൊരുതി കഴിഞ്ഞാൽ അതിൽ ആരും ജയിക്കില്ല, അവശേഷിക്കുന്നവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അത് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും സാഹോദര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നതാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയൊക്കെ മുദ്രാവാക്യം കൂടിയായിരുന്നു. എന്ന് മാത്രമല്ല 1888 അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു അവിടെ എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നാണ്. അവിടെ ജാതിഭേദത്തിനും മതദ്വേഷത്തിനും എതിരായി അല്ലെങ്കിൽ അതിന് ബദലായി ഗുരു മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം സാഹോദര്യമാണ്. ആ സാഹോദര്യമാണ് നമ്മളെല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത്. ആ സാഹോദര്യമില്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കില്ല. കാരണം നമ്മളെല്ലാവരും വ്യത്യസ്ത മതവിശ്വാസികളാണ്. ഷർട്ടിൻ്റെ കളർ തന്നെ നോക്കുക, സ്ത്രീകളാണെങ്കിൽ ആഭരണത്തിൻ്റെ ഡിസൈൻ തന്നെ നോക്കുക, പൊട്ട് കുത്തിയേക്കുന്ന സ്റ്റൈൽ തന്നെ നോക്കുക. ചെറിയ പൊട്ടായിരിക്കും ചിലർ ഇടുന്നത്, ചിലർ വലിയ പൊട്ടായിരിക്കും, ചിലർ ചുരിദാർ ധരിക്കുന്നു, ചിലർ സാരി ധരിക്കുന്നു. ഇതെല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുക. അപ്പം ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ ചിലരൊക്കെ അത് കണ്ടില്ല, ഇപ്പോൾ സാരി എടുത്ത ഒരാൾ അത് കണ്ടില്ല സ്ലീവ്ലെസ് ധരിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. ഇതിന് അങ്ങനെയും മാനങ്ങളുണ്ട്. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അയാൾ ഏത് വസ്ത്രം ധരിക്കണം, അയാൾ ഏത് ഭാഷ സംസാരിക്കണം, അയാൾ ഏത് വിഷയം പഠിക്കണം, ആരെ വിവാഹം കഴിക്കണം. യശോധർ സാറ് പറഞ്ഞു ഗുരു വിവാഹത്തെപ്പറ്റി പറഞ്ഞ കാര്യം. അതിനൊപ്പം ചേർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എങ്ങനെ വിവാഹം വേണമെന്ന് പറയുമ്പോൾ ഗുരു 1917 സഹോദരൻ അയ്യപ്പന് കൊടുക്കുന്ന ഒരു സ്വന്തം കൈപ്പടയാൽ എഴുതി കൊടുക്കുന്ന സന്ദേശമുണ്ട്. ഇന്നും ഗുരുവിൻ്റെ കൈപ്പടയായി ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതാണ്. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ എന്നിവ എങ്ങനെയിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തി ഭോജനവും നടത്തുന്നതിൽ യാതൊരു ദോഷവുമില്ല. അപ്പോൾ അവിടെ മനുഷ്യവംശത്തിൻ്റെ ഏകതയെ പറ്റിയിട്ടാണ് ഗുരു സംസാരിക്കുന്നത്. നിങ്ങൾ ഏത് മതത്തിലോ ജാതിയിലോ എന്തിലും വിശ്വസിച്ചുള്ളൂ, മനുഷ്യകുലം ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർ രണ്ടുപേരും മനുഷ്യർ എന്നുള്ള അർത്ഥത്തിൽ സമന്മാരാണ്. പരവൂരുകാരനായിട്ടുള്ള കരുണാകരൻ്റെയും മാർഗരറ്റിൻ്റെയും ജർമ്മനിക്കാരിയായ മാർഗരറ്റിൻ്റെയും വിവാഹം നടക്കുമ്പോൾ അവർ രണ്ട് മതത്തിൽപ്പെട്ടവരാണ്, രണ്ട് ദേശത്തിൽപ്പെട്ടവരാണ് എന്ന് മാത്രമല്ല അതൊരു പ്രണയ വിവാഹം കൂടിയായിരുന്നു. അപ്പോൾ അതിന് അവരുടെ മാതാപിതാക്കൾ എതിരായിരുന്നു. പക്ഷെ ഗുരു അത് ഇടപെട്ട് അവരുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഗുരു അത്രയും പുരോഗമന സ്വഭാവത്തോടു കൂടി ഗുരുവിന് ചിന്തിക്കാൻ സാധിച്ചിരുന്നു. എന്നിട്ട് ഗുരു പറഞ്ഞത് മനുഷ്യനും മനുഷ്യനും തമ്മിൽ സാഹോദര്യം ഒതുക്കണം, അതിന് വിഘാതമായുള്ളതെല്ലാം ഇല്ലാതെയാകണം, പൗരസ്ഥരും പാശ്ചാത്യരും തമ്മിൽ ഒന്നിക്കണം, ജാതി മത ഭേദങ്ങൾ ഇല്ലാതെയാകണം, അങ്ങനെ മനുഷ്യകുലം ഒന്നാകണം, ഏകലോകം. ഇതിലും നോട്ടീസിലും നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം ഏകലോകം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഏകലോകം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന ഒന്നാണ് ഏകലോകം എന്നത്. ഗുരുവിൻ്റെ മഹനീയമായ സങ്കല്പമാണ് ഏക ലോകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മതരാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഗുരു എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിന് നേരെ വിപരീതമാണ് മതരാഷ്ട്രം എന്ന സങ്കല്പം. കാരണം ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് ഗുരുദർശനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം ഏതൊരാൾക്കും ഏത് മതത്തിലും വിശ്വസിക്കാം, മതത്തെ വിശ്വസിക്കാനും മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്ക് തരികയാണ്. ഇനി ഒരാൾക്ക് മതം മാറണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ മതം മാറാം. ഏതെങ്കിലും ഒരു മതത്തിന് മീറ്റിങ്ങുകൾ കൂടണമെങ്കിൽ അങ്ങനെയാകാം.
വിവാഹം കഴിക്കണമെങ്കിൽ ഇന്ന മതക്കാരന് മാത്രമല്ല അത് ചെയ്യുക, അങ്ങനെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രമാണ്. എന്നാൽ മതരാഷ്ട്രം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനാധിപത്യം, സമത്വം, സാഹോദര്യം, ഇത്തരം മൂല്യങ്ങളാണ്. അവിടെ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്നു, മനുഷ്യന് ഒരുപാട് അവകാശങ്ങൾ നൽകുന്നു. അപ്പോൾ ഈ അവകാശങ്ങളെയൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ, ആ അവകാശം ലംഘിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നിയമം സംരക്ഷണം നൽകുന്നുണ്ട്, പൗരന് ഒരുപാട് കടമകളുണ്ട്. അങ്ങനെ ഈ ഭരണഘടന എന്ന ഒരു ഗ്രന്ഥം അത് കേവലം ഒരു ഗ്രന്ഥം മാത്രമല്ല, അതൊരു ഇന്നത്തെ ആധുനിക രാഷ്ട്രത്തെ നിർവചിക്കുന്ന ഒന്നുകൂടിയാണ്. അത് വലിയൊരു ആശയ ലോകമാണ്. അത് ഗുരുവിൻ്റെ ദർശനത്തോട് ചേർന്ന് നിൽക്കുന്നു, അരിപ്പുറം സന്ദേശത്തോട് ചേർന്ന് നിൽക്കുന്നു. 88-ലാണ് അരിപ്പുറത്ത് ഗുരു അങ്ങനെ എഴുതി വയ്ക്കുന്നത്. പക്ഷെ പിന്നീടാണെങ്കിൽ പോലും ഗുരുവിൻ്റെ ആ ദർശനത്തെ നമുക്കതിൽ ഉടനീളം കാണാൻ സാധിക്കും. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇത് അരിപ്പുറം സന്ദേശത്തെ പോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയിലും നമുക്കത് കാണാൻ സാധിക്കും. ഈ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരുപാട് പേരുണ്ട്. ഇവരാണ് ഈ മതരാഷ്ട്രം എന്ന സങ്കല്പത്തെ മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് അവരുടെ ഭാഷയിൽ പറഞ്ഞ് ഈ പണ്ടാരം കത്തിക്കണം എന്ന് പറഞ്ഞത്. കാരണം ഇത് ഉള്ളിടത്തോളം കാലം അവരുടെ ഉദ്ദേശം നടക്കില്ല. കാരണം ഇത് വലിയൊരു ശക്തിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് മതരാഷ്ട്രത്തെ പറ്റി ഇങ്ങനെ പറയുന്നു വെച്ചാൽ ഇത് നമ്മൾ പറഞ്ഞതല്ല. കാലാകാലങ്ങളായിട്ട് ഓരോ വർഷവും പലയിടങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങളിൽ മതരാഷ്ട്രത്തെപ്പറ്റി കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ UP-യിൽ നടന്ന, വാരണാസിയിൽ നടന്ന സമ്മേളനത്തിൽ അതിൽ ഒരുപാട് ഹിന്ദു സന്യാസിമാരും പങ്കെടുത്തിരുന്നു. അവരെങ്ങനെയായിരിക്കണം ഒരു ഹിന്ദു രാഷ്ട്രം വേണ്ടത്, അതിൻ്റെ ഭരണഘടന എന്തായിരിക്കണം എന്നെല്ലാം അതിൽ കൃത്യമായി പറയുന്നു. ഭരണഘടന മനുസ്മൃതി പോലുള്ള ഗ്രന്ഥങ്ങളായിരിക്കണം. സ്മൃതികൾ നമ്മൾ തള്ളിക്കളഞ്ഞ ഒന്നാണ്. ആ മനുസ്മൃതിയൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടാണ് ഇന്ത്യൻ ഭരണഘടന നമുക്ക് ലഭിച്ചത്. എന്നാൽ ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ വോട്ട് ചെയ്യാൻ എല്ലാവർക്കും അവകാശം ഉണ്ടാവില്ല. വോട്ട് ചെയ്യാൻ ഹിന്ദുക്കൾക്ക് മാത്രമായിരിക്കും വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടാവുകയുള്ളൂ. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കൊക്കെ ഇവിടെ തുടരാം. പക്ഷേ പൗരൻ എന്നുള്ള രീതിയിലുള്ള അത്തരം അവകാശങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ പരിഷ്കരിച്ച് ഗുരുകുല സമ്പ്രദായമാക്കി മാറ്റും. അപ്പോൾ നമുക്കിന്ന് ഉപകാരപ്പെട്ട എല്ലാ സാധനത്തും എടുത്തു കളഞ്ഞ് വേറൊരു ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ജനാധിപത്യം പോലുള്ള ആശയങ്ങളൊക്കെ ഇല്ലാതെയാകും. മതമായിരിക്കും എല്ലാത്തിൻ്റെ അടിസ്ഥാനം. അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോണ്ടക്സ്റ്റിലൊക്കെ ഞാൻ പറയുന്നത് ഹിന്ദു മതരാഷ്ട്രം എന്ന സങ്കല്പത്തിൽ മാത്രമല്ല, ഏത് മതരാഷ്ട്രമാണെങ്കിലും മതരാഷ്ട്രം എന്ന സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ അപാകത അതിൻ്റെ അടിസ്ഥാനം മതമായിരിക്കും. അപ്പോൾ മതത്തിൻ്റെ ഗ്രന്ഥങ്ങളായിരിക്കും ഭരണഘടനയ്ക്ക് പകരം വരാൻ പോകുന്നത്. ഹിന്ദുമതമാണ് ഇന്ത്യയുടെ ഔദ്യോഗിക മതമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത് ഹിന്ദു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞാൽ ഇത്തരം ഗ്രന്ഥങ്ങൾ, സ്മൃതി ഗ്രന്ഥങ്ങളൊക്കെ ഭരണഘടനയായി വരിക വഴി സംഭവിക്കുന്നത് ഇത് വെറുതെ വരില്ല. അത് വരുമ്പോൾ അതിനോടൊപ്പം പലതും വരും. അതിൽ ഏറ്റവും പ്രധാനമാണ് ചാതുർവർണ്ണ്യം എന്ന വ്യവസ്ഥിതി. അപ്പോൾ ഹിന്ദുരാഷ്ട്രം വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്കെല്ലാം സുവർണ കാലഘട്ടമായിരിക്കുമെന്ന് ധരിക്കുന്ന നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരുണ്ട്. പക്ഷേ ഈ ചാതുർവർണ്ണത്തിൻ്റെ ഒരു കുഴപ്പം, അതിൽ ഭൂരിഭാഗം വരുന്ന അവർണർ ആ ചാതുർവർണ്ണത്തിൽ പെടുന്നില്ല. ചാതുർവർണ്ണത്തിന് പുറത്താണ്. അവിടെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും ബ്രാഹ്മണർക്കും നല്ല കാലമായിരിക്കുമെന്ന്. അങ്ങനെയല്ല, ഈ ബ്രാഹ്മണർക്കിടയിലും ഉപജാതികളുണ്ട്. അപ്പോൾ ഗുരു മറ്റ് ജാതികളിൽ നിന്നും കീഴ്ജാതികളിൽ നിന്നും വലിയൊരു തലത്തിലേക്ക് എല്ലാവരെയും എത്തിച്ച് അങ്ങനെ സമത്വം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നില്ല ചെയ്തത്. പകരം ആ വ്യവസ്ഥിതിയെ തന്നെ ക്യാൻസൽ ചെയ്ത് മനുഷ്യരെ എല്ലാവരെയും ഒന്നാക്കി ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ആ വ്യവസ്ഥിതിയെ ഗുരു ചോദ്യം ചെയ്തിരുന്നു, ബ്രാഹ്മണ്യം എന്ന വ്യവസ്ഥിതിയെ. എന്നാൽ ഈ മനുഷ്യരെ എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഭരണഘടന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തെ നിർവചിക്കുന്നതാണ്, ആ പൗരനെ സംരക്ഷിക്കുന്നതാണ്, പൗരന് അവകാശങ്ങൾ നൽകുന്നതാണ്. അത്തരം അവകാശങ്ങളുടെ എല്ലാത്തിൻ്റെയും ലംഘനമായിരിക്കും മതരാഷ്ട്രത്തിൽ സംഭവിക്കുന്നത്. അത് മാത്രമല്ല, മതരാഷ്ട്രം എന്ന് പറയുന്നത് എപ്പോഴും ഒരു തീവ്രവാദത്തിൽ നിന്നും ഉണ്ടായി വരുന്നതാണ്. തീവ്രവാദം എന്ന് പറയുമ്പോഴത്തേക്കും എന്തിൻ്റെങ്കിലും ഒരു അടിസ്ഥാനത്തിലായിരിക്കും വളരെ തീവ്രമായിട്ടുള്ള വാദം വരുന്നത്. അത് ചിലപ്പോൾ
ഒരു വംശീയമായിട്ടുള്ള ഒന്നായിരിക്കും. ഇപ്പോൾ ഹിറ്റ്ലറൊക്കെ ആര്യൻ വംശീയതയെ കത്തിച്ചു നിർത്തുകയും അതുവഴി ജർമ്മനി എന്നൊരു രാജ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതും ഒരു മതരാഷ്ട്രമെന്ന സങ്കല്പമാണ്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഇതൊക്കെ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയെല്ലാമുള്ള മറ്റു മതക്കാരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ മഹാകഷ്ടമാണ്. കാരണം ഇത്തരം സ്ഥലങ്ങളിൽ ആ ഔദ്യോഗിക മതത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ അതിനെ വിമർശിച്ച് ഒരു പരിപാടി പോലും നടത്താൻ പറ്റില്ല. ഇതൊരു മതരാഷ്ട്രമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചർച്ച ഇവിടെ നടത്താൻ സാധിക്കില്ല. കാരണം അത് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഭവിക്കും. വേണമെങ്കിൽ രാജ്യദ്രോഹ കുറ്റമൊക്കെ ചുമത്തി നമ്മളെ തുറുങ്കിലടയ്ക്കാനുള്ള വകുപ്പും അതോടൊപ്പം ഉണ്ടാവും. അപ്പോൾ മതരാഷ്ട്രം എന്ന സങ്കല്പം നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്കാർ മാത്രം മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയമല്ല. മനുഷ്യർ ഇന്ത്യയുടെയൊക്കെ ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഇത്ര ശതമാനം ഹിന്ദുക്കൾ, ഇത്ര ശതമാനം മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതിലെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നൊക്കെ പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന തദ്ദേശീയ ജനങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ മതം മാറിയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ ആയത്. ഇനി ഇന്ത്യയുടെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാലും ഇന്ന് കേരളത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് കണക്കുകളൊക്കെ പറയുന്നത് ഈഴവ സമുദായത്തിൽ നിന്നൊക്കെയാണ് കൂടുതൽ പേര് മറ്റ് മതങ്ങളിലേക്കൊക്കെ മാറി മതം സ്വീകരിച്ചു പോയി. അതിനൊരു പല പല കാരണങ്ങളുണ്ട്. ചരിത്രപരമായ കാരണം ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന ജാതിയും തൊട്ടുകൂടായ്മയും അയിത്തവും മറ്റുമായിരുന്നു. അപ്പോൾ അവർ ഗതികെട്ട് മതം മാറി പോയവരാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ സഹോദരങ്ങളാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇന്ന് മറ്റു മതമെന്ന പേരിൽ അവരെ ശത്രുപക്ഷത്ത് കാണുമ്പോൾ ആ മതത്തിനെതിരെ വാളോങ്ങണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്കെതിരെയാണ് നമ്മൾ ആത്യന്തികമായി വാളോങ്ങുന്നത്. ഗുരു അങ്ങനെ ആയിരുന്നില്ല ഒരാളെയും കണ്ടത്. ഗുരു സ്വയം കരുതിയിരുന്നത് ഹിന്ദുമതം ആണ് എൻ്റെ മതം എന്നുള്ളൊരു രീതിയിലല്ല. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ക്ഷേത്രങ്ങളൊക്കെ പണിതപ്പോൾ ഗുരു പറഞ്ഞു, ഹിന്ദുക്കളിൽ ചിലർ നമ്മെ സമീപിച്ചത് കൊണ്ട് അവർക്കായി നാം ക്ഷേത്രങ്ങൾ പണിതു കൊടുത്തു. മറ്റു മതക്കാരും വന്നിരുന്നുവെങ്കിൽ അത് തന്നെ നാം ചെയ്യുമായിരുന്നു എന്നുള്ളത്. ഗാന്ധിയോട് ചോദിക്കുന്ന ചോദ്യം തന്നെ, ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഗുരുവിന് കരുതുന്നുണ്ടെന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. പക്ഷെ ഗുരു പറഞ്ഞത് മറ്റു മതങ്ങളിലും മോക്ഷമാർഗം ഉണ്ടല്ലോ എന്ന്. എന്നിട്ടും ഗാന്ധി നിർത്തിയില്ല, മറ്റു മതങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഹിന്ദു മതത്തിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗുരു ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ പറച്ചിൽ മാത്രമായിരുന്നില്ല, ഗുരുവിൻ്റെ ജീവിതവും അങ്ങനെയായിരുന്നു. ഗുരു ഒരിക്കൽ ഒരു പ്രസംഗ മധ്യേ അടുത്ത് നിന്നൊരാൾ പറയുന്നുണ്ട്, പ്രസംഗകൻ്റെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നു. കാരണം മറ്റ് മതങ്ങളിലേക്കൊക്കെ പോയി മനുഷ്യർ നശിച്ചു പോകുന്നു എന്നാണ് ഇദ്ദേഹം സംസാരിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മതത്തെയും ദ്വേഷിച്ചുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്നായിരുന്നു ഗുരുവിൻ്റെ ആശയം. അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ അമ്പലത്തിൽ പോകുന്നു, ഒരു വഴിപാടൊക്കെ നടത്തുന്നു, കുറച്ച് പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നു, അങ്ങനെ ഒരു ഹിന്ദു മതവിശ്വാസി ആയി ജീവിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷവുമില്ല. അതിൽ ആർക്കും എന്താണ് ദോഷമുള്ളത്? പക്ഷേ ഈ ഹിന്ദു മതത്തിൻ്റെ പേര് പറഞ്ഞ് ഇതാണ് ഇന്ത്യയെ നമുക്ക് ഭാരതമാക്കണം, ഭാരതത്തെ പുണ്യഭൂമിയാക്കി ഇതിനൊരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റി ഇവിടുന്ന് മുസ്ലിങ്ങളെ ഓടിക്കണം, ക്രിസ്ത്യാനികളെ ഓടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇതിനെ മൊത്തത്തിൽ ഒരു മതത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് ഒതുങ്ങുമ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യത്തിനാണ് അത് വിഘാതമേൽപ്പിക്കുന്നത്. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ മതസ്വാതന്ത്ര്യം, വെറുതെ മതരാഷ്ട്രം ആയില്ലല്ലോ എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ നമ്മൾ എന്ത് കഴിക്കണം എന്ന് പലർക്കും തീരുമാനിക്കാനുള്ള അവകാശമില്ല. അപ്പോൾ ഇന്നത് കഴിക്കും, ഇപ്പോൾ ഞാൻ പച്ചക്കറി കഴിക്കുന്നത് എൻ്റെ അവകാശമാണ്, അത് കഴിക്കാനുള്ള അവകാശം എനിക്കുണ്ട്, മാംസം കഴിക്കാതിരിക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. ഇപ്പോൾ ഗുരു സസ്യാഹാര നിഷ്ഠയെ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും സസ്യാഹാരം കഴിക്കാത്തവരെ ഉപദ്രവിക്കണമെന്നും തല്ലിക്കൊല്ലണമെന്നും ഗുരു ഒരിടത്തും പറഞ്ഞിട്ടില്ല. അനുകമ്പ എന്ന ആശയമാണ് ഗുരു മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അത്തരം മാംസം കഴിക്കുന്നവരെ തല്ലിക്കൊല്ലുക, ഇന്ന വസ്ത്രം ധരിച്ചവർ മോശക്കാരാണ്, അല്ലെങ്കിൽ ഇന്ന വസ്ത്രം ധരിച്ചവർ ഇന്ന മതക്കാരാണ്, അവരെല്ലാവരും ഇന്ന ആൾക്കാരാണെന്നുള്ള ചാപ്പകുത്തലുകളൊക്കെ ഇത്തരം മത രാഷ്ട്ര സങ്കല്പത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കേരളത്തിൻ്റെ ഒരു സാഹചര്യം നോക്കിക്കഴിഞ്ഞാലും
ഇവിടെ ഗുരു പറഞ്ഞത് മതം നോക്കാതെ വിവാഹം കഴിക്കാമെന്നാണ്. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ എന്നിവ എങ്ങനെ ഇരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് എന്നൊക്കെ ഗുരു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ ലവ് ജിഹാദ് പോലുള്ള ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന് മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കി മനുഷ്യനെയും തമ്മിൽ മതിലുകളാക്കി മാറ്റി തീർക്കുകയാണ്. അപ്പം ഇവിടെ എല്ലാം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നത് ഗുരു ദർശനമാണ്. ഗുരു നമുക്ക് നൽകുന്നത് ഒരു പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. മനുഷ്യർ ഏത് മതത്തിലോ ജാതിയിലോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ മനുഷ്യൻ്റെ ആത്യന്തികമായി എല്ലാവരും മനുഷ്യരാണ്, ഹോമോസാപ്പിയൻസ് ആണ്. ഒരു ജാതി എന്ന് പറയുന്നത് അതാണ്. ഒരു നായയ്ക്ക് മറ്റൊരു നായയെ കണ്ടാൽ തിരിച്ചറിയാം, പക്ഷെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഈ ഒരു അർത്ഥത്തിലാണ്. ഇനി ഒന്നിനൊന്ന് സംഗ്രഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരു മുന്നോട്ട് വയ്ക്കുന്ന മതം എന്ന ആശയം മനുഷ്യരെ ഭിന്നിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, മനുഷ്യരെ ഒന്നിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അവിടെ അഭിപ്രായം എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും അഭിപ്രായം ഒന്നാണ് എന്ന് പറയുന്നത്. സാരത്തിൽ ഏകമായിരിക്കുന്നു എല്ലാ മതങ്ങളും. സാരമായിരിക്കുന്നത് ഒന്നായതുകൊണ്ട് ബാഹ്യമായി അതെങ്ങനെ ഇരുന്നാലും അതിൻ്റെ ആത്യന്തികമായി ഇതെല്ലാം സമുദ്രത്തിൽ എത്തിച്ചേരുന്ന നദികൾ പോലെ, അതുപോലെ തന്നെയാണ് മതങ്ങളുടെ കാര്യമെന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് മതരാഷ്ട്രം എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോൾ ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്ന പോലെ ഇസ്ലാം രാഷ്ട്രം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ അപകടമാണ്. ഹിന്ദു മത സങ്കല്പത്തിൻ്റെ ഏറ്റവും വലിയ അപകടം അതിനൊപ്പം ചാതുർവർണ്ണ്യം എന്ന സിദ്ധാന്തം കൂടി വരുന്നത് കൊണ്ടാണ്. മനുഷ്യ സ്വാതന്ത്ര്യത്തിന് മേലെ അത് കടക്കുന്നത് കൊണ്ടാണ്. മനുഷ്യൻ്റെ സമത്വം എന്ന ആശയത്തിന്, ചാതുർവർണ്ണത്തിൽ ഒരിക്കലും സമത്വം ഉണ്ടാവുകയില്ല, അവിടെ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ സനാതന ധർമ്മത്തെയൊക്കെ, ആ സനാതന ധർമ്മമാണ് ഗുരു മുന്നോട്ട് വെച്ചത്. ഗുരു ജാതിയെ മാത്രമാണ് എതിർത്തുള്ളൂ, ചാതുർവർണ്ണത്തെ എതിർത്തിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവിടെയും പ്രശ്നം വരുന്നത് ഗുരു എതിർത്ത, ജീവിതകാലം മുഴുവൻ എതിർത്തുകൊണ്ടേ ഇരുന്ന ഒന്നാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ചാതുർവർണ്ണ്യത്തോടൊപ്പം ഗുരുവിനെ കൂടി കൂട്ടിക്കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ വിഷയം പറയാൻ ആരുമില്ലാത്തൊരു അവസ്ഥയാണ്. കേരളത്തിൽ എന്തുകൊണ്ട് ഒരു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജാതി മത സ്പർദ്ധകൾ കുറഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ കേരളത്തിലൊരു ഗുരുവുണ്ട്. ആ ഗുരു മലയാളികളെ പഠിപ്പിച്ചിരിക്കുന്നത് ജാതി ചോദിക്കുന്നത് ഒരു മോശം കാര്യമാണ്. ഇപ്പോൾ ഒരാൾ ജാതി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ തന്നെയും അത് ആ സാമൂഹിക സാഹചര്യം അയാളെ കൊണ്ട് ചോദിക്കാൻ സമ്മതിക്കില്ല, ജാതി പറയാനും സമ്മതിക്കില്ല. അപ്പോൾ ജാതി ചോദിക്കുക, പറയുക, ചിന്തിക്കുക എന്നുള്ളത് മോശം കാര്യമാണെന്ന് മലയാളി ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ ഗുരു പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ കോൺടെക്സ്റ്റിൽ മറ്റ് സ്ഥലങ്ങൾ പോലെ അല്ല കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ചുറ്റുവട്ടം നോക്കിയാൽ തന്നെ ഇവിടെ ഒരു ഹിന്ദുവിൻ്റെ വീടാണെങ്കിൽ അപ്പുറത്ത് ഒരു മുസ്ലിമിൻ്റെ വീടായിരിക്കും, ചിലപ്പോൾ അതിനപ്പുറത്ത് ഒരു ക്രിസ്ത്യാനിയുടെ വീടായിരിക്കും. നാളെ ഇവിടെ ഒരു CPM-ൻ്റെ പരിപാടി നടത്തുവാണെങ്കിൽ മൈക്ക് സെറ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആൾ ചിലപ്പോൾ BJP-കാരനായിരിക്കും, പന്തലൊക്കെ ചിലപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കും. പങ്കെടുക്കാൻ വന്ന ആൾക്കാരിലും പല ആൾക്കാർ കാണും. ഒരു ഉത്സവം നടന്നു കഴിഞ്ഞാൽ അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല വരുന്നത്, അവിടെ മുസ്ലിങ്ങൾ വരും, ക്രിസ്ത്യാനികൾ എല്ലാം വരും. അപ്പോൾ അവിടെ കൊണ്ട് ഒരു ബോംബിടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും മരിക്കും. നോർത്ത് ഇന്ത്യ സ്റ്റേറ്റുകളുടെ പല കാര്യവും അങ്ങനെയല്ല. അവിടെ ജാതി തിരിച്ച് തന്നെ കോളനികളുണ്ട്, മതം തിരിച്ച് തന്നെ ഓരോ ഏരിയകളുണ്ട്. പക്ഷേ കേരളത്തിലെ ആ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അപകടകരമായി കാണേണ്ടത്. അപ്പോൾ കേരളം എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു വെച്ചാൽ ഗുരു ഉഴുതുമറിച്ച മണ്ണാണിത്. അവിടെയാണ് ഇത്തരം ആശയങ്ങൾ വളർന്നത്. പിന്നീട് വന്ന ആശയങ്ങൾക്കും വലിയ വളർച്ച കിട്ടാൻ കാരണം ഗുരു മുന്നോട്ട് വെച്ച ഈ ആശയത്തെയാണ് അവരും പിന്തുടർന്നത്. അതുകൊണ്ട് മതരാഷ്ട്രം എന്നൊരു സങ്കല്പം വന്നാൽ അത് ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്നത് ഗുരുദർശനത്തെയാണ്, അതിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ മതരാഷ്ട്രത്തെ എങ്ങനെ നമുക്ക് ചെറുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുദർശനം എന്നതുകൊണ്ടേ നമുക്കതിനെ ചെറുക്കാൻ സാധിക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും സംസാരമധ്യേ പറഞ്ഞു പോകുന്ന ഒന്ന് മാത്രമാണ് ഈ മതേതരം, അല്ലെങ്കിൽ മതസൗഹാർദ്ദം, മതനിരപേക്ഷത എന്നെല്ലാം. പക്ഷേ
ഗുരുദർശനത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിലാണ്. 100 വർഷങ്ങൾക്ക് മുൻപേ ആശാൻ ഗുരുവിനോട് ചോദിച്ചിരുന്നു, വാദങ്ങൾ ചെവിക്കൊണ്ട് മതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായങ്ങു വസിപ്പൂ മല പോലെ. ഇതൊന്നും കണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ മല പോലെ ഇരിക്കുകയാണല്ലോ എന്ന് പറയുന്നുണ്ട്. 1916 അങ്ങനെ എഴുതിയിട്ട് 8 വർഷങ്ങൾക്ക് ശേഷം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ലോകത്തിൽ ആദ്യമായ ഒരു സർവമത സമ്മേളനം നടന്നത് അവിടെയാണ്. അമേരിക്കയിലെ ഷിക്കാഗോയിൽ നടന്നത് അങ്ങനെ ഒരു സർവമത സമ്മേളനമായിരുന്നില്ല. ലോകത്തിൽ ആദ്യമായി നടന്നത് ആലുവയിൽ തന്നെയാണ്. ആ സർവമത സമ്മേളനത്തിൽ എഴുതി വച്ചിരുന്ന വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നുള്ളത് മതങ്ങളുടെ എന്ന് മാത്രമല്ല ഗുരുദർശനത്തിൻ്റെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന മഹാവാക്യമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. നമ്മൾ ഓരോ മതങ്ങളെയും പഠിക്കേണ്ടതും ആ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ ഇതിനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഗുരുവിൻ്റെ സർവമത സമ്മേളനം അന്ന് നടന്നത് ഈ ഒരു അർത്ഥത്തിലായിരുന്നു. ഗുരുഗ്രാമത്തിൻ്റെ ഭാഗമാണ്. ഒരുപക്ഷെ ഗുരുഗ്രാമം മാത്രമായിരിക്കും അത്ര വിപുലമായിട്ട് ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി അത്തരത്തിൽ ആചരിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ മതരാഷ്ട്ര സങ്കല്പത്തെയും ഗുരുദർശനത്തെയും വിലയിരുത്താനായിട്ട്. ചില സൂചനകൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ചർച്ചാ സന്ദർഭത്തിൽ വിശദീകരിക്കാമെന്ന് പറയുന്നു. കൂട്ടിച്ചേർക്കലുകളും വിമർശനങ്ങളൊക്കെ ഇനി ഉന്നയിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.